പള്ളിക്കൂദാശ നാലാം ബുധൻ. വിശുദ്ധ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രബോധനം. പഴയ നിയമത്തിൽ അധികം പരാമർശിക്കപ്പെടാത്ത ഒരു വിഷയമാണ് പുനരുത്ഥാനം. മരണശേഷം മനുഷ്യന് എന്ത് സംഭവിക്കുന്നുവെന്നത് ഒരു പ്രഹേളികയായി ഇന്നും നിലനിൽക്കുന്നു. പുനർജീവിതം, പുനർജന്മം, പുനരുത്ഥാനം എന്നൊക്കെയുള്ള വിവിധ കാഴ്ചപ്പാടുകളാണ് ഓരോ മതങ്ങളും വച്ചു പുലർത്തുന്നത്. മരിച്ചവർ പ്രത്യക്ഷപ്പെടുന്നുവെന്നൊക്കെ പറയുന്നത് മാനസിക ജൽപ്പനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശു അർത്ഥശങ്കയില്ലാതെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്നു. പഞ്ചഗ്രന്ഥിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന യഹൂദ വംശത്തിലെ ഒരു പ്രബല ഗണമായ സദുക്കായർ ഇതിനെ ഗണ്ണിക്കുന്നു. പുനരുത്ഥാനമുണ്ടെങ്കിൽ 7 സഹോദരന്മാരുടെ ഭാര്യയായി ജീവിച്ച ഒരു സ്ത്രീ പുനരുത്ഥാനത്തിൽ അവർ ആരുടെ ഭാര്യയായിരിക്കും എന്ന ഒരു ഭാവനാകഥയുമായി യേശുവിനെ സമീപിക്കുന്നത്. പുറപ്പാട് 36-ൽ എബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് മോശയോട് പറയുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ വിശുദ്ധ ഗ്രന്ഥ അജ്ഞതയെക്കുറിച്ച് യേശു ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അജ്ഞതയാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ കല്ലുകളിൽ നിന്ന് പോലും മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മരിച്ചവരെ ഉയർപ്പിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് ലാസർ അടക്കമുള്ള പലരെയും ഉയർപ്പിച്ചുകൊണ്ട് യേശു പലതവണ നമുക്ക് കാണിച്ചു തന്നു. മരണത്തിൽ നിന്നും അവന്റെ ഉയർത്തെഴുന്നേൽപ്പും ഈ പരമസത്യത്തിന് അടിവരയിടുന്നു. മൂന്നാമതായി, സന്താനോൽപാദനവും വിവാഹവുമൊക്കെ ഭൂമിയിൽ മാത്രമാണ് ആവശ്യമെന്നും പുനരുത്ഥാനത്തിൽ അവർ ദേവദൂതന്മാരെ പോലെ അശരീരികൾ ആയിരിക്കുമെന്നും പഠിപ്പിക്കുന്നു. മരണശേഷമുള്ള അസന്നിഗ്ധാവസ്ഥയ്ക്കുള്ള ഉത്തരം നമ്മെ ബോധ്യപ്പെടുത്താനുള്ള ഉപാധിയായിട്ടാണ് സദുക്കായരുടെ ഈ ഇടപെടൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്താനിടയാക്കിയത്.